പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷത്തിൽ ത്രിഗ്രഹ യോഗങ്ങളാണ്. പ്രിയപ്പെട്ട പല പ്രേക്ഷകരും ത്രിഗ്രഹ യോഗങ്ങളുള്ള ജാതകം എനിക്ക് അയച്ചു തന്നിട്ട് അതിൻ്റെ ഫലം പറയാൻ, അനുഭവം എന്തെന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത് സൂര്യനും ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂര്യനും ചന്ദ്രനും ശുക്രനും തമ്മിലുള്ള ത്രിഗ്രഹ യോഗവും അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളുമാണ്. പരധനഹരണേ നിപുണഃ പരദാരരഥശ്ച ശാസ്ത്രനിപുണം ച രവിചന്ദ്രദൈത്യപൂജ്യൈഃ ഏകസ്ഥൈർജായതേ മനുജഃ. ഇവിടെ രവിചന്ദ്രദൈത്യപൂജ്യൈഃ, സൂര്യനും ചന്ദ്രനും ദൈത്യപൂജ്യനായ ശുക്രനും കൂടെ ഒന്നിച്ചു വന്നാൽ ഇപ്രകാരമാണ് ഫലം, അനുഭവം പറയുന്നത്. അന്യരുടെ ധനത്തെ കൈവശപ്പെടുത്തുവാനുള്ള അങ്ങേയറ്റം സാമർഥ്യം. പിന്നെ അന്യരുടെ സ്ത്രീകളിൽ, ഭാര്യയിൽ താൽപ്പര്യം ജനിക്കുക, അതിനുവേണ്ടി യജ്ഞിക്കുക. ശാസ്ത്രീയമായ വിഷയങ്ങളിൽ വളരെയധികം കഴിവും കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് സാരം. ത്രിഗ്രഹയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെയോ അല്ലെങ്കിൽ ജ്യോതിഷപ്രേമികളായ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ ജാതകം വീക്ഷിക്കുമ്പോഴോ ഈ യോഗമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമസ്തേ.